ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, അന്നഹു യൽഖമുൽ ഇൻസാൻ ഹത്താ യകൂന മഖഅദുഹു മിസ്ല മാ ബൈന മക്ക വൽ മദീന. നരകത്തിന് വേണ്ടി പണിയെടുക്കുന്നവര് ശ്രദ്ധിക്കുക, അതിക്രമം ജീവിതമാക്കിയവർ ആലോചിക്കുക. നരകത്തിലേക്ക് പോകുന്നവന്റെ ശരീരത്തെ അല്ലാഹു തആല വലിച്ചു നീട്ടും. കേവലം 5 അടിയായിരിക്കില്ല, കേവലം 4 അടിയായിരിക്കില്ല, കേവലം 6 അടിയായിരിക്കില്ല. മറിച്ച് അവന്റെ ശരീരം അല്ലാഹു തആല വിശാലമാക്കി വലിച്ചു നീട്ടും. എത്രയെന്നറിയുമോ? ഹത്താ യകൂന മഖഅദുഹു, അവന്റെ പിൻഭാഗമുണ്ടല്ലോ, അവന്റെ നട്ടെല്ലിന്റെ താഴ്ഭാഗത്തുള്ള കസേരകളിൽ നമ്മൾ ആസനസ്ഥമാകുമ്പോ വെക്കപ്പെടുന്ന നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗം, ഈ പിൻഭാഗം അല്ലാഹു തആല വലിച്ചു നീട്ടുന്നു. എത്രയാണെന്നറിയുമോ? മിസ്ല മാ ബൈന മക്ക വൽ മദീന. അല്ലാഹ് വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണോ, ഇത്രയും ദൂരത്തോളം നരകത്തിന് വേണ്ടി അധ്വാനിച്ച പാപികൾക്ക് പാപം പൊറുക്കാതെ മരിക്കേണ്ടി വന്നാൽ അവർക്ക് അല്ലാഹു സ്വർഗം നിശ്ചയിച്ചിട്ടില്ലേ? അവരെ അല്ലാഹു വിചാരണ ചെയ്തോ? അങ്ങനെ അവരുടെ പാപങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന്റെ പിൻഭാഗം പോലും വലിച്ചു നീട്ടപ്പെടുന്നത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പഠിപ്പിക്കുന്നത്, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാണോ അത്രയും ദൂരമാണ് പ്രിയപ്പെട്ടവരെ. അഥവാ ഏകദേശം 450 കിലോമീറ്ററോളം നമ്മുടെ ശരീരത്തിന്റെ പിൻഭാഗം വലിച്ചു നീട്ടപ്പെടുന്നു. നമ്മളെന്ന് പറയാൻ തന്നെ പേടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അതിനെ മാത്രം അതിക്രമം പ്രവർത്തിച്ചവരല്ലേ നമ്മൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകമോചനം കൊണ്ട് അനുഗ്രഹീതമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കൊരു പക്ഷേ 450 കിലോമീറ്റർ തിരിഞ്ഞെന്ന് വരില്ല. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്തെ തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർഗോഡ് ലക്ഷ്യമാക്കി പുറപ്പെടുന്ന ഒരു ട്രെയിനുണ്ട് പെങ്ങളെ. ആ ട്രെയിൻ ഈ അക്ഷര കേരളത്തിന്റെ വിരിമാറിലൂടെ വിരിച്ചിട്ടിരിക്കുന്ന റെയിലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കേവലം 10 മണിക്കൂർ ഇടതടവില്ലാതെ സഞ്ചരിച്ചാൽ ഇത് വൈകുന്നേരം ഏകദേശം 4-4:30 മണിയാകുമ്പോ ഇത് കോഴിക്കോട് കഴിഞ്ഞിട്ട് ഏകദേശം വടകരയ്ക്കപ്പുറം കണ്ണൂരുമായി ബന്ധപ്പെട്ടെത്തുമെങ്കിൽ ഇത്രയും ദൂരമാണ് ഉമ്മ. അയൽവക്ക ബന്ധങ്ങളെ തകർത്ത് കളയുമ്പോ ആലോചിച്ചോ? ടിവിയുടെ മുമ്പിലിരുന്നു കൊണ്ട് നിസ്കാരം പോലും കളാക്കി കളയുമ്പോ ചിന്തിച്ചോ? ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ സഹോദര, ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. ഇതിന്റെ പേരിൽ എന്റെ ശരീരം വലിച്ചു നീട്ടുന്നത് ഇത്രയാണ്. ഈ ശരീരം ഇങ്ങനെയാണ് നരകം തിന്നു തീർക്കുന്നതെന്ന് ആലോചിച്ചോ? ഈ വാഴ് 2 മണിക്കൂർ നമുക്ക് ഉപകാരപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. 450 കിലോമീറ്ററോളം ഈ ശരീരത്തിന്റെ പിൻഭാഗം വലിച്ചു നീട്ടപ്പെടുന്നു. വമൻകിബൈഹി മസീറത 3 അയ്യാം. നരകത്തിലേക്ക് പോകുന്നവന്റെ ഒരു ചുമലിൽ നിന്ന് മറ്റൊരു ചുമലിലേക്ക് ചെന്നെത്തണമെങ്കിൽ 3 ദിവസം യാത്ര ചെയ്യേണ്ടി വരും പ്രിയപ്പെട്ടവരെ. ആ രീതിയിൽ അല്ലാഹു വലിച്ചു നീട്ടുന്നു. തീർന്നില്ല. നരകത്തിലേക്ക് പോകുന്നവന്റെ ഒരു പല്ലെത്രയെന്നറിയുമോ? വൽറുസുഹു മിസ്ല ജബൽ ഉഹദ്. സഊദത്തുൽ അറബിയുമായി ബന്ധമുള്ളവരല്ലേ എന്റെ പ്രിയപ്പെട്ടവർ സൗദിയ. ഈ സൗദിയയിലെ അറേബ്യയിലെ പർവ്വത സമുച്ചയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നാകുന്ന ഉഹദ് പർവ്വതം എന്റെ പ്രിയപ്പെട്ടവർ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഉഹദ് പർവ്വതത്തോളം പാപം പ്രവർത്തിച്ചവൻ അല്ലാഹു നരകം നിശ്ചയിച്ചാൽ അവന്റെ ഒരു പല്ല് പോലും ഉഹദ് പർവ്വതത്തോളം അല്ലാഹു വലിച്ചു നീട്ടുന്നു.
അഥവാ ഏകദേശം 2.5 കിലോമീറ്റർ വരും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പല്ല്. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറഞ്ഞ വാക്ക് അബൂറബിയെ കടമെടുക്കട്ടെ, എന്നിട്ട് സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയട്ടെ. മഹാനുഭാവൻ ചോദിക്കുന്നു, പാപം പ്രവർത്തിച്ചവരല്ലേ നമ്മൾ, അതിക്രമം ചെയ്തവരല്ലേ നമ്മൾ, നരകത്തെ പേടിയുള്ളവരല്ലേ നമ്മൾ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളെങ്ങാനും റബ്ബ് പുറത്തു തരാതിരുന്നാൽ, അല്ലാഹു തആല ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം തരാതിരുന്നാൽ, നാളെ അല്ലാഹു തആല പരസ്യമായി വിചാരണ ചെയ്താൽ, അല്ലാഹുവാണ്, സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് അവകാശമില്ല, നരകത്തിന്റെ വിറകുകളായിരിക്കും പ്രിയപ്പെട്ടവരെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, ഔദാര്യം കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നരകം തന്നാൽ നിന്റെ ശരീരത്തിന്റെ കോലമാണ് മോനെ ഇത് സുയൂത്തി ഇമാമിന്റെ വാക്കാണെങ്കിൽ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ വന്നാൽ നിന്റെ പല്ലിന്റെ കണമാണ് പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പല്ലിന്റെ രൂപമാണിത്, നിന്റെ തോളിന്റെ വലിപ്പമാണിത്. ഫകൈഫ ബിൽ ജിസ്മി വകൈഫ ബിർറഅസി. നിന്റെ തലയൊന്ന് ചിന്തിച്ചു നോക്കടോ. 2.5 കിലോമീറ്റർ വരുന്ന ഓരോ പല്ല് വെച്ചുള്ള 32 പല്ലുകൾ, 16 വീതം 2 അടുക്കുകൾ വെച്ചിട്ടുള്ള തല, അതെന്തോരു തലയാണ്. 450 കിലോമീറ്റർ വിസ്തൃതപ്പെട്ട ശരീരത്തിന്റെ പിൻഭാഗമുള്ള ശരീരം എത്ര വലുതാണ്. ഈ ശരീരത്തിന്റെ തൊലിയുണ്ടല്ലോ, ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന നേരത്ത് സിറിഞ്ചിന്റെ അഗ്രത്തുള്ള ഈ സൂചിയുടെ മുനമ്പ് ഭാഗമൊന്ന് തട്ടുമ്പോ ഈ തൊലിയുടെ കട്ടി കഴിഞ്ഞിട്ട് മജ്ജയിലേക്ക് ചെന്നുമുട്ടുന്ന ഈ തൊലി, ഈ ലോലമായ തൊലി, ഈ തൊലി പോലും അല്ലാഹു തആല കട്ടികൂട്ടുന്നു. എത്രയാണ് കട്ടിയെന്നറിയുമോ? ഈ ശരീരത്തിന്റെ തൊലിയിൽ നിന്ന് ഒരാൾക്ക് മജ്ജ കാണണമെങ്കിൽ, മജ്ജയിലേക്ക് ചെന്നെത്തണമെങ്കിൽ കേവലം ഒരു കുത്തുകുത്തിയത് കൊണ്ടായില്ല, കേവലം ഒന്ന് വെട്ടിയത് കൊണ്ടായില്ല, മൺവെട്ടി കൊണ്ട്, കുന്താലി കൊണ്ട്, പിക്കാക്സ് കൊണ്ട് ഈ നരകത്തിൽ പോകുന്നവന്റെ ശരീരം വെട്ടിക്കുഴിക്കേണ്ടി വരും. എത്ര കുഴിക്കണമെന്നറിയുമോ? ആ പാതാളത്തോളം കുഴിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അഗാധ ഗർഭമുണ്ടാക്കേണ്ടി വരും. അഥവാ മഹാന്മാരെ പഠിപ്പിക്കുന്നു 365 ദിവസം അഥവാ 1 വർഷം കുഴിക്കേണ്ടി വരും. അങ്ങനെ കുഴിച്ചാലല്ലാതെ നരകത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹതഭാഗ്യവാന്റെ, ആ ഹതഭാഗ്യമുള്ളവളുടെ, ഹതഭാഗ്യയുടെ ശരീരത്തിന്റെ തൊലിയുടെ കട്ടി കഴിഞ്ഞിട്ട് മജ്ജയിലേക്ക് ചെന്നെത്താൻ കഴിയില്ല. വേണോ ഈ നരകം പ്രിയപ്പെട്ടവരെ? ഈ നരകത്തിന് അധ്വാനിക്കണോ ഉമ്മ? ഈ നരകത്തിന് അധ്വാനിക്കണം.